ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കിവിടെ 3 വെറൈറ്റിയിലുള്ള ഇടിയപ്പമാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനാദ്യമായിട്ട് നമ്മൾ നോർമൽ റൈസ് ഫ്ലോറിലുള്ള ഇടിയപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് റൈസ് ഫ്ലോർ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുക. ഒരു 1 ടീസ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് നല്ല തിളച്ച ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ അതിനെ ഒന്ന് കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റായിട്ട് നമ്മൾ അതിനെ ഒന്ന് കുഴച്ചെടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം നമുക്ക് നമ്മുടെ മാവിന് വേണ്ടത്. നല്ലപോലെ നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെമ്പ ഇടിയപ്പത്തിൻ്റെ പൊടി വെച്ചിട്ടുള്ളതാണ് നമുക്കിനി ഉണ്ടാക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 1 കപ്പ് എടുത്തു. അതിലേക്ക് നമ്മൾ ഓയിലും ഉപ്പും നല്ല തിളച്ച ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നല്ലപോലെ കുഴച്ച് നമ്മളെടുത്ത് വെക്കും. മാവ് നമ്മൾ 2 ടൈപ്പും നമ്മൾ നല്ലതുപോലെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഇടിയപ്പത്തിൻ്റെ അച്ചാണിത്. ഏറ്റവും തിന്നായിട്ടുള്ള ഇടിയപ്പത്തിൻ്റെ അച്ചാണ്. ഇനി 3 തട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ളതും എടുക്കുന്നുണ്ട്. നമുക്കിനി ആവശ്യത്തിനുള്ള തേങ്ങ ചിരകിയത് എടുക്കാം. ഞാൻ ഇവിടെ ഒരു 1.5 കപ്പാണ് എടുക്കുന്നത്. നമ്മൾ എത്രത്തോളം തേങ്ങ ഇടുന്നോ അത് നല്ലതാണ്. ഇനി നമ്മുടെ ഇടിയപ്പത്തട്ട്, ഇതിപ്പം ഇഡ്ഡലിയുടെ തട്ടാണ്. ഇഡ്ഡലിയുടെ തട്ടിലേക്ക് നമ്മൾ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ അച്ച് വെച്ചിട്ട് നമ്മൾ മാവ് നല്ലപോലെ ഒന്ന് കറക്കിയെടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ തേങ്ങ വെച്ച് കൊടുക്കണം. ഓരോ തട്ടിലേക്കും നമ്മൾ തേങ്ങ വെച്ച് കൊടുക്കണം. അതിൻ്റെ ടോപ്പിലായിരിക്കണം നമ്മൾ നമ്മുടെ ഇടിയപ്പം നമ്മൾ പ്രസ് ചെയ്ത് നല്ലതുപോലെ കറക്കി ഇങ്ങനെ ഈ ഒരു രീതിയിൽ ആക്കിയെടുക്കുക. ഇനി നമ്മൾ സ്റ്റഫ് ചെയ്തിട്ടുള്ള ഇടിയപ്പം ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ലെയർ ഇടുക. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ സ്റ്റഫ് ചെയ്യേണ്ട എന്താണോ അത് വയ്ക്കുക. ഇവിടെ ഞാൻ ബീഫാണ് വെച്ചിരിക്കുന്നത്. ഇനി അതിൻ്റെ മുകളിലേക്ക് ഒരു ലെയറും കൂടെ ഇടിയപ്പത്തിൻ്റെ ആ ഒരു ഡോ നമ്മൾ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമുക്ക് സ്റ്റഫ് ചെയ്ത് ഇടിയപ്പം ഉണ്ടാക്കാൻ പറ്റും. ഇനി അതുപോലെ നമ്മൾ അടുത്ത മാവെടുത്തിട്ട് നമ്മൾ അടുത്ത തട്ടിലേക്ക് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നല്ലതുപോലെ കറക്കി നൈസായിട്ടുള്ള രീതിയിൽ എടുക്കുക. ഇനി നമ്മൾ ഒരു ടൈപ്പും കൂടെ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ചെമ്പ പൊടിയുടെയും നോർമൽ റൈസ് ഫ്ലോറിൻ്റെയും കൂടെ മിക്സ് എടുത്തിട്ട് നമ്മൾ ആ നോർമൽ രീതിയിലുള്ള തട്ടിലേക്ക് വെച്ചിട്ട് ഫുള്ള് നമ്മൾ വട്ടത്തിൽ തന്നെ എടുത്ത് ഒരു ഒറ്റ ഇടിയപ്പമായിട്ട് നമ്മൾ എടുക്കുകയാണ്. ഇതിന് നമുക്ക് ഒരു കിളിക്കൂടിൻ്റെ സ്ട്രക്ചറാക്കി എടുക്കാൻ പറ്റും. ഇത് നല്ല കെയർഫുള്ളായിട്ട് ചെയ്ത് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഒറ്റ ഇടിയപ്പമായിട്ട് എടുക്കുക. ഇനി നമുക്ക് നമ്മുടെ വെള്ളം തിളയ്ക്കുമ്പോഴത്തേനും നമ്മുടെ ഇടിയപ്പത്തിൻ്റെ തട്ട് ഓരോന്നോരോന്നായിട്ട് വെച്ചിട്ട് നമ്മളത് അടച്ച് വെച്ചൊരു 10 മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്ത് എടുക്കുക. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് നമ്മുടെ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ 3 ടൈപ്പിലുള്ള ഇടിയപ്പം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒന്ന് നോർമൽ ടൈപ്പ്, ഒന്ന് നമ്മൾ സ്റ്റഫ് ചെയ്ത്, പിന്നെ നമ്മളൊരു കിളിക്കൂട് രീതിയിലുള്ളത്. കിളിക്കൂടി രീതിയിലുള്ള ഇടിയപ്പമാണിത്.
നമ്മൾ നല്ല കെയർഫുള്ളായിട്ട് നമ്മുടെ പ്ലേറ്റിലേക്ക് മാറ്റുക. എന്നിട്ട് നമുക്കതിനെ കുറച്ച് തേങ്ങയൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. ഈ തേങ്ങ നമ്മൾ ആ ഇടിയപ്പത്തിന് കൂടെ കുക്ക് ചെയ്തെടുത്ത തേങ്ങ തന്നെയാണ് വെച്ചത്. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് എഗ്ഗും കൂടെ വെച്ച് നമ്മളൊരു കിളിക്കൂടിൻ്റെ രീതിയിൽ നമ്മളത് സെറ്റ് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. സജഷൻസ് കമൻറ്റ് വഴി അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.